ഹായ് ഓൾ. അപ്പോൾ LDC ട്രിവാൻഡ്രം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ബാക്കി ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ എക്സാംസിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി എക്സാം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. നടക്കുന്നുണ്ട്. കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റുകൾ നമുക്ക് നോക്കിയാലോ. എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ചില വസ്തുതകൾ അല്ലെങ്കിൽ ഫാക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഇതൊരു പ്രത്യേക ടോപ്പിക് ബേസ് ചെയ്തിട്ട് പറയുന്നതല്ല. കെമിസ്ട്രി മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ട് കുറച്ചധികം ടോപ്പിക്സ് എന്ത് ചെയ്യുന്നു? കൺഫ്യൂസിങ് ആയിട്ടുള്ള വസ്തുതകൾ, കുഴപ്പിക്കുന്ന വസ്തുതകൾ ഇവിടെ ക്ലിയർ ആക്കാൻ പോവാണ്. തുടങ്ങിയാലോ? ശരി, നമുക്ക് ഓരോ സ്ലൈഡായിട്ട് പഠിച്ചു പോകാം. എടാ, കാണുന്നുണ്ടോ? ഫസ്റ്റ് സ്ലൈഡ് കാണുന്നുണ്ടോ? അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഭാവിയുടെ സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ത് പദാർത്ഥമാണ്? ഭാവിയുടെ സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു ലോഹമാണെന്ന് പഠിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ടൈറ്റാനിയം എഴുതാൻ ടെൻഡൻസി വരും. എന്നാൽ അല്ല, ഭാവിയുടെ സ്വർണമാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം പ്ലാറ്റിനം ആണ്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത് ലോഹമാണ് ഫ്യൂച്ചർ മെറ്റൽ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കും. അതിന്റെ ഉത്തരമാണ് ടൈറ്റാനിയം. ക്ലിയർ ആയോ? തെറ്റിക്കരുതേ. ഭാവിയുടെ സ്വർണം എന്താ? പ്ലാറ്റിനം ആണ്. എന്നാൽ ഭാവിയുടെ ലോഹം ഏതാ? അത് ടൈറ്റാനിയം ആണ്. അടുത്തത്, വെളുത്ത സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാവിയുടെ സ്വർണം എന്താണോ അത് തന്നെയാണ് വൈറ്റ് ഗോൾഡ്. വെളുത്ത സ്വർണം എന്ന പേരിലും അറിയപ്പെടുന്നത് അതും പ്ലാറ്റിനം തന്നെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. മാറിപ്പോവരുത്. എന്നാൽ കറുത്ത സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? ബ്ലാക്ക് ഗോൾഡ്. വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ രാസവ്യവസായ രംഗത്ത് കറുത്ത സ്വർണം, ബ്ലാക്ക് ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം എന്താണെന്ന് ഞാൻ ഇവിടെ എഴുതി തരട്ടെ. നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചേക്കണം. അത് പെട്രോളിയം ആണ്. ഇത് നമ്മളെ തെറ്റിക്കാൻ ഓപ്ഷൻസിൽ പെട്രോളിയവും പെട്രോളും കാണും. ഒരിക്കലും പെട്രോൾ എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്യരുത്. പെട്രോളിയത്തിനെ അംശിക സ്വേദനം നടത്തുമ്പോൾ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് പെട്രോൾ. നമ്മൾ എഴുതേണ്ടത് ആ മാതൃദ്രാവകമാണ്. ഏതാണ്? പെട്രോളിയം. ഓക്കെ, നിങ്ങൾ കാർഷിക മേഖലയിൽ കറുത്ത സ്വർണം കുരുമുളക് എന്ന് പഠിക്കുന്നില്ലേ? അതുപോലെ വ്യവസായ രംഗത്ത്, രാസവ്യവസായ രംഗത്ത്, കെമിസ്ട്രിയിൽ എന്താണ്? കറുത്ത സ്വർണം പെട്രോളിയം ആണ്. അപ്പോ കറുത്ത സ്വർണം പെട്രോളിയം ആണെങ്കിൽ കറുത്ത വജ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ത് പദാർത്ഥമാണ് എന്ന് നിങ്ങളോട് ചോദിക്കും. കറുത്ത വജ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ പെട്ട് താപമർദ്ദ വ്യതിയാനങ്ങൾക്ക് വിധേയമായി ഒരുപാട് വർഷങ്ങൾ കൊണ്ട് രൂപം കൊള്ളുന്ന ഒരു ഇന്ധനം. അതിന്റെ പേരാണ് കൽക്കരി. കണ്ടോ? മാറിപ്പോവരുതേ. കറുത്ത സ്വർണം പെട്രോളിയം ആണെങ്കിൽ കറുത്ത വജ്രം എന്താ? അത് കൽക്കരിയാണ്. അങ്ങനെയാണെങ്കിൽ ഒഴുകുന്ന സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ത് പദാർത്ഥം? പെട്ടെന്ന് നമുക്ക് ജലം ഓപ്ഷനിൽ കാണും. അത് എഴുതാൻ ടെൻഡൻസി വരും. എന്നാൽ തെറ്റിക്കരുത്. ഒഴുകുന്ന സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? പെട്രോളിയം തന്നെയാണെന്ന് നിങ്ങൾ പഠിക്കുക. കറുത്ത സ്വർണം എന്ന് ചോദിച്ചാലും ഒഴുകുന്ന സ്വർണം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? പെട്രോളിയം തന്നെയാണ്. എന്നാൽ ജലമായിട്ട് ഒഴുകുന്ന സൗരയൂഥത്തിൽ നിലവിലുള്ള ഏക ഗ്രഹം ഭൂമി എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നതല്ലേ? ബാക്കി പര്യവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് കണ്ടറിയാം. അതുകൊണ്ട് തന്നെ നീല സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? നീല സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജലമാണ്. ജലഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂമിയാണ്. അപ്പൊ ഈ സ്വർണങ്ങളെല്ലാം കൂടി മാറിപ്പോവരുത്. എടാ, ഭാവിയുടെ സ്വർണം പ്ലാറ്റിനം, എന്നാൽ ഭാവിയുടെ ലോഹം ടൈറ്റാനിയം. വെളുത്ത സ്വർണം ചോദിച്ചാലും പ്ലാറ്റിനം. ഒഴുകുന്ന സ്വർണമാണെങ്കിലും കറുത്ത സ്വർണമാണെങ്കിലും ഏതാണ്? പെട്രോളിയം. കറുത്ത വജ്രം ചോദിക്കുവാണെങ്കിലോ അത് കൽക്കരിയാണ്. ഇനി നീല സ്വർണം എന്ന് ചോദിച്ചാൽ രാസവ്യവസായ രംഗത്താണ്. ഏതാണ്? യെസ്, അതിന്റെ ഉത്തരം ജലമാണെന്ന് പഠിക്കുക. അതുപോലെ നമ്മുടെ അയിരുകൾ ധാതുക്കൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിക്കുന്ന ചോദ്യം, സ്ഥിരം ചോദ്യമാണ്, വിഡ്ഢികളുടെ സ്വർണം. ഈ വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് ഇരുമ്പിന്റെ ഒരു ധാതുവാണ്. ആ ധാതുവിനെ വിളിക്കുന്ന പേരാണ് അയൺ പൈറൈറ്റ്. അയൺ പൈറൈറ്റിന്റെ കെമിക്കൽ ഫോമുല എന്താന്ന് ഞാൻ എഴുതി തരട്ടെ. FeS2. കണ്ടോ?
അതിലെ സൾഫറിന്റെ സാന്നിധ്യം ഈ ധാതുവിന് സ്വർണത്തിന്റെ വർണ്ണം കൊടുക്കുന്നു. കാണുന്നവന് സ്വർണം പോലെ തോന്നുന്നു, എന്നാൽ സ്വർണമല്ല, ഒറിജിനൽ ഗോൾഡ് അല്ല. അതുപോലെ തോന്നിക്കുന്നത് കൊണ്ട് ബിഡ്ഡികളുടെ സ്വർണം അല്ലെങ്കിൽ ഫൂൾസ് ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഇരുമ്പിന്റെ ധാതു അയൺ പൈറൈറ്റ് ആണെന്ന് നിങ്ങൾ പഠിക്കുക. ഈ സെറ്റ് എല്ലാവർക്കും വളരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. സെറ്റ് അല്ലേ? യെസ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ അടുത്തത് വന്നിട്ട് ആദ്യത്തെ ലോഹം ഒരു കൺഫ്യൂഷനും കൂടാതെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ചെമ്പ്. മാക്സിമം എലമെന്റ്സ്, ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ എലമെന്റ്സിന്റെ സിമ്പിൾസ് തന്നെ എഴുതി പഠിക്കുക കേട്ടോ. അതങ്ങ് ശീലിക്കുക, ബാക്കി എക്സാംസിന് ഗുണം ചെയ്യും. കോപ്പർ ആണ്, Cu, ചെമ്പ്. എന്നാൽ ആദ്യത്തെ ലോഹസങ്കരം ഏതാണെന്ന് ചോദിക്കാം. ആദ്യത്തെ ലോഹസങ്കരത്തിനെ നിങ്ങൾക്ക് ബ്രോൺസ് എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ ഇവനെ നിങ്ങൾക്ക് വെങ്കലം എന്ന് വിളിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവനെ ഓടെന്ന് വിളിക്കാം. ആക്ച്വലി ഇത് എന്തിൻ്റെയൊക്കെയാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. കോപ്പറിന്റെയും ടിന്നിന്റെയും ലോഹസങ്കരമാണ്. ടിന്ന് ലാറ്റിൻ പേര് സ്റ്റാനം ആയതുകൊണ്ട് സിമ്പൽ SN ആണ്. കോപ്പറും ടിന്നും ചേരുന്ന വെങ്കലം, ബ്രോൺസ്, ഓട്, അത് മൂന്നും ഒരു സാധനമാണെന്ന് ഓർക്കാനുള്ള കോഡാണ് ബ്രോ. വെങ്കലവും എടുത്തോണ്ട് ഓടിക്കോളൂ, അതാണ് ആദ്യത്തെ ലോഹസങ്കരം. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കൃത്രിമ ലോഹം ഏത് എന്ന് നിങ്ങളോട് ചോദിക്കാം. ഒരു കൺഫ്യൂഷനും വേണ്ട, പഠിച്ചു വെക്കുക. അതിന്റെ ഉത്തരം ടെക്നീഷ്യം ആണ്. കൃത്രിമ ലോഹം ടെക്നിക്കലി ഉണ്ടാക്കിയത് ടെക്നീഷ്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലോഹവും ആദ്യത്തെ കൃത്രിമ ലോഹവും ആദ്യത്തെ ലോഹസങ്കരവും എന്ത് ചെയ്യരുത്, മാറിപ്പോവരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഈ കറുത്തീയം വെളുത്തീയം ഒരു തരത്തിലും മാറിപ്പോവരുതേ. കറുത്തീയം എന്നറിയപ്പെടുന്ന പദാർത്ഥം ലെഡാണ്. അതൊരു പീരിയോഡിക് ടേബിളിലെ മൂലകം ലോഹമാണ്. അതുപോലെ വെളുത്തീയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ടിന്നാണ്. ലെഡിന്റെ ലാറ്റിൻ പേര് പ്ലംബമാണല്ലേ, സിമ്പൽ PB ആണ്. ടിന്നിന്റെ ലാറ്റിൻ പേര് സ്റ്റാനമാണല്ലേ, സിമ്പൽ SN ആണ്. എടാ ക്ലിയർ ആയോ? അപ്പൊ കറുത്തീയം, രണ്ടും ഈയം തന്നെയാണ്, ബട്ട് തിരിഞ്ഞു പോവരുത്. കറുത്തീയം ചോദിക്കുവാണെങ്കിൽ അത് ലെഡാണ്, വെളുത്തീയം ആണെങ്കിൽ അത് ടിന്ന്. ഇത് പറയാൻ നമ്മുടെ പിള്ളേർ തന്നെ പലതവണ പറഞ്ഞു കേട്ടിട്ടുള്ള കോഡാണ്. വെളുത്ത ടിന്നില് കറുത്ത ലഡു. കണ്ടോ? വെളുത്ത ടിന്ന്, വെളുത്തീയം ടിന്ന്, കറുത്ത ലഡു, കറുത്തീയം ലെഡ്. ഓർത്തു വെക്കുക. അപ്പോൾ ഈ സ്ലൈഡ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. അടുത്ത പേജിലേക്ക് നമുക്ക് പോവാമോ? ഓക്കെ ആണോ? ഇതാ നിങ്ങളെയും കൊണ്ട് നെക്സ്റ്റ് പേജിലേക്ക് വന്നു. അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഹാർഡ് കോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൽക്കരിയുടെ ഏത് വകഭേദം അല്ലെങ്കിൽ രൂപാന്തരമാണെന്ന് ചോദിക്കാം. ഹാർഡ് കോളെന്നോ, കാർബൺ കണ്ടന്റ് ഏറ്റവും കൂടിയ കോളെന്നോ, ഹാർഡസ്റ്റ് കോളെന്നോ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ആ ചോദ്യത്തിന്റെ ഉത്തരം കാണുന്നുണ്ടോ? യെസ്, അത് ആന്ത്രസൈറ്റ് ആണ്. ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. പക്ഷേ സോഫ്റ്റ് കോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിക്കാം. കൺഫ്യൂഷൻ വേണ്ട, അതിന്റെ പേരാണ് ബിറ്റുമിനസ്. ഏതാണ്? ബിറ്റുമിനസ്. ഇനി ബ്രൗൺ കോള് എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ പഠിച്ചു വെച്ചേക്കണം. ഏതാണ്? തമിഴ്നാട് നെയ്വേലിയൊക്കെ ഉള്ളതാ. ലിഗ്നൈറ്റ് ഖനന കേന്ദ്രം പഠിക്കുന്നില്ലേ? യെസ്, ലിഗ്നൈറ്റ്. അപ്പൊ ഈ 3 കോളും കൂടി മാറിപ്പോവരുതേ. ഹാർഡ് കോള് ചോദിക്കുവാണെങ്കിൽ ആന്ത്രസൈറ്റ് ആണ്. ബ്രൗൺ കോള് ചോദിക്കുവാണെങ്കിൽ അത് ലിഗ്നൈറ്റ് ആണ്. സോഫ്റ്റ് കോള് ചോദിക്കുവാണെങ്കിൽ ബിറ്റുമിനസ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്, അത് പഠിച്ചു സെറ്റ് ആക്കുക. എടാ അതുപോലെ ബാത്തിങ് സോപ്പിലെ രാസ സംയുക്തം ഏതാ എന്ന് ചോദിക്കും. ബാത്തിങ് സോപ്പ് എന്ന് നിങ്ങളോട് ചോദിച്ചാലും ഇനി ടോയ്ലറ്റ് സോപ്പ് എന്ന് ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കുളിക്കുന്ന സോപ്പ്. ഇതിലെ രാസ സംയുക്തം ഏതാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. യെസ്, നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഉത്തരമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, KOH. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, KOH. അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് എന്ന് ഓർക്കാൻ ഈസിയാണ്. പൊട്ടാസ്യം എന്ന് പഠിച്ചാൽ മതി. അതുപോലെ വാഷിംഗ് സോപ്പിലെ രാസ സംയുക്തം ഏതാ എന്ന് ചോദിക്കും. വാഷിംഗ് സോപ്പ് അലക്കുന്ന സോപ്പ്, നനയ്ക്കുന്ന സോപ്പാണല്ലേ. അതിലെ രാസ സംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിലുള്ള മെറ്റൽ ഏതാന്ന് കാണുന്നുണ്ടോ? യെസ്, അത് സോഡിയം അല്ലെങ്കിൽ Na ആണെന്ന് പഠിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോ വാഷിംഗ് സോപ്പും ബാത്തിങ് സോപ്പും ആ രണ്ടും കോസ്റ്റിക് സോഡ, കോസ്റ്റിക് പൊട്ടാഷ് മാറിപ്പോവരുതേ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് പൊട്ടാഷ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് കോസ്റ്റിക് സോഡ. ഇനി പ്ലാസ്റ്റിക് വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ലല്ലോ. മനുഷ്യനിർമ്മിത വസ്തു അല്ലെങ്കിൽ പോളിമർ ആണല്ലേ ഈ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ഏതാ എന്ന് നിങ്ങളോട് ചോദിക്കും. ഒരു കൺഫ്യൂഷൻ കൂടാതെ പഠിച്ചു വെച്ചേക്കണം. ഓപ്ഷൻസിൽ നിന്ന് നമുക്കതിന്റെ ഉത്തരം എഴുതാൻ കഴിയണം. ആ പദാർത്ഥത്തിന്റെ പേരാണ് ക്ലോറോഫോം. ക്ലോറോഫോം. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ഏതാണ്? ക്ലോറോഫോം ആണ്.
എന്നാൽ പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന വിഷവാതകം ഏത്? ഓപ്ഷൻസിൽ സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡ്സും കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ കാണും. ബട്ട് അതിനേക്കാൾ ഉപരി അതിനൊന്നും നിങ്ങൾ എഴുതാൻ പോകരുത്. ഒരാളെ തന്നിട്ടുണ്ടായിരിക്കും, അതുണ്ടോ എന്ന് നോക്കുക, അത് തന്നെ തരും. അതിന്റെ ഉത്തരമാണ് ഡയോക്സിൻ. കണ്ടോ? അപ്പോ പ്ലാസ്റ്റിക് ലയിക്കുന്നത് ഏത് പദാർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ ക്ലോറോഫോമിലാണ്. എന്നാൽ പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന വിഷവാതകം ഏതാ എന്ന് ചോദിക്കും, അത് ഡയോക്സിൻ ആണെന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആയോ? കോൺസെപ്റ്റ് കിട്ടിയോ? സെറ്റ് ആണെന്ന് കരുതുന്നു. അപ്പോൾ ഈ 2 സ്ലൈഡും നിങ്ങൾക്ക് സെറ്റാണ്. ഇതൊക്കെ എക്സാമിന് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന 1 മാർക്കാണ്. കളയരുത്, റാങ്ക് കളയരുത്. അടുത്ത നല്ലൊരു സെറ്റ് അതേ കാണുന്നുണ്ടോ? അതിൽ ആദ്യത്തേത് ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാ? ഒരു ലോഹമാണ്. ക്യുക്ക് സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മെർക്കുറി ആണെന്ന് പഠിക്കുക. മെർക്കുറി എന്ന മൂലകത്തിന്റെ ലാറ്റിൻ പേര് ഹൈഡ്രാർജിറം, സിംബൽ Hg. അതേ സ്ഥാനത്ത് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കാം. ലിറ്റിൽ സിൽവർ എന്താണെന്നറിയോ? യെസ്, അത് പ്ലാറ്റിനം ആണെന്ന് പഠിക്കുക. അപ്പോ ഭാവിയുടെ സ്വർണം എന്ന് ചോദിച്ചാലും വെളുത്ത സ്വർണം, വൈറ്റ് ഗോൾഡ് എന്ന് ചോദിച്ചാലും ലിറ്റിൽ സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്നതും എല്ലാം എന്ത് തന്നെയാണ്? പ്ലാറ്റിനം ആണ്. ബട്ട് ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് ആരാ? അത് മെർക്കുറി ആണ്. എടാ, അങ്ങനെയാണെങ്കിൽ അടുത്തത് കെലാമിൻ അല്ലെങ്കിൽ കാലമൈൻ, ലാക്ടോ കാലമൈൻ കേട്ടിട്ടില്ലേ? സിങ്ക് സംയുക്തമാണ്. അപ്പോ കെലാമിൻ എന്ന അയിര് ഏത് ലോഹത്തിൻ്റെതാണെന്ന് അറിയോ? യെസ്, അത് സിങ്കിൻ്റെതാണെന്ന് പഠിച്ചു വെക്കുക. അതേ സ്ഥാനത്ത് കലോമൽ എന്ന അയിര് മെർക്കുറിയുടേതാണെന്നും പഠിക്കുക. അപ്പോ കെലാമിൻ സിങ്കും കലോമൽ മെർക്കുറിയും തമ്മിൽ എന്ത് ചെയ്യരുത്? മാറിപ്പോവരുത്. ഇനി കോസ്റ്റിക് സോഡ, കോസ്റ്റിക് പൊട്ടാഷ്, നമ്മൾ ഓൾറെഡി സോപ്പിന്റെ കേസ് പറഞ്ഞപ്പോൾ അത് മെൻഷൻ ചെയ്തിരുന്നു അല്ലേ? കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, കോസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്ന പദാർത്ഥം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH ആണെന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആയോ? അതും ക്ലിയർ ആയോ? കണ്ടോ? തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് ഓപ്ഷൻസ് കാണുമ്പോൾ ഇതാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇനി കൺഫ്യൂഷൻ ആക്കരുത്. നിങ്ങൾ ഒരു 2-3 സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. അലക്കുകാരവും അപ്പക്കാരവും ഒരിക്കലും തെറ്റിക്കരുതേ. എടാ, അലക്കുകാരം വാഷിംഗ് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ അലക്കുകാരം രാസപരമായിട്ട് എന്താന്ന് പറഞ്ഞു തരട്ടെ? അത് സോഡിയം കാർബണേറ്റ് ആണ്. ഞാനത് നീട്ടി എഴുതുന്നില്ല, പകരം കെമിക്കൽ ഫോമിൽ എഴുതാം. നിങ്ങൾ നോട്ട് ചെയ്യുക. സോഡിയം കാർബണേറ്റ് Na2CO3. അതേ സ്ഥാനത്ത് അപ്പക്കാരം എന്നറിയപ്പെടുന്ന പദാർത്ഥം എന്താണെന്നറിയോ? അതിനെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, കുക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പക്കാരം അല്ലേ? യെസ്. അപ്പോ അത് ബേക്കിംഗ് സോഡയാണ്. അത് സോഡിയം കാർബണേറ്റ് അല്ല. ബേക്കിങ്ങിലെ ബി ഓർത്തു വെക്കുക. സോഡിയം ബൈകാർബണേറ്റ് ആണ്. NaHCO3 ആണെന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആയോ? അപ്പൊ വാഷിംഗ് സോഡ അലക്കുകാരം, അത് സോഡിയം കാർബണേറ്റ്. ബേക്കിംഗ് സോഡ അപ്പക്കാരം, അത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഇതും നിങ്ങൾക്ക് ഓക്കെയാണ്. ഈ സ്ലൈഡും സെറ്റാക്കി വെക്കുക. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോട്ടെ. നല്ല ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. അടിപൊളി ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഏറ്റവും ലഘുവായ ആറ്റം ഏതാ? ഏറ്റവും ലഘുവായ ആറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംപ്ലസ്റ്റ് അതല്ലെങ്കിൽ ലൈറ്റസ്റ്റ് ആറ്റം എന്ന് ചോദിച്ചാലും സിംപ്ലസ്റ്റ് ആറ്റം എന്ന് ചോദിച്ചാലും ഏറ്റവും ലഘുവായ ആറ്റം എന്ന് ചോദിച്ചാലും ഭാരം കുറഞ്ഞ ആറ്റം എന്ന് ചോദിച്ചാലും ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഒന്ന് തന്നെയാണ്. ഏതാണെന്നറിയോ? ഒരു കൺഫ്യൂഷനും വേണ്ട. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ ആള് അറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ ആണ്. ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം അല്ലേ? അടിസ്ഥാന അറ്റോമിക കണങ്ങളിൽ ഭാരം കൂടുതൽ ന്യൂട്രോണിനല്ലേ? ഹൈഡ്രജന് 1 ഇലക്ട്രോണും 1 പ്രോട്ടോണും ന്യൂട്രോൺ ഇല്ല. അപ്പൊ അത്രയും ഭാരം കുറവ്. സിംപ്ലസ്റ്റ്, ലൈറ്റസ്റ്റ്, ലഘുവായത്. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ആറ്റം ഏത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അവര് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് വലുത് ചെറുത് പറയുന്നത് കേട്ടോ. പീരിയോഡിക് ടേബിളിന്റെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറഞ്ഞു വരും. ഒന്നാമത്തെ പീരീഡിന്റെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇങ്ങറ്റം ഹൈഡ്രജൻ അങ്ങറ്റം ഹീലിയം. അപ്പോൾ ഏറ്റവും ചെറുത് സ്മോളസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ആറ്റം ഏതാണെന്നറിയോ? അത് ഹീലിയം ആണെന്ന് പഠിച്ചു വെക്കുക. പിടികിട്ടിയോ? ഇത് രണ്ടും ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് അതിനെ തന്നെ വേറെ ഒരു രീതിയിൽ അവർ ചോദിക്കും. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റണം. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ആറ്റം ഏതാണ്? ബേസ്ഡ് ഓൺ സൈസ്, അറ്റോമിക് സൈസ് ഏതാണ്? ഈ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. ഹീലിയം ആണെന്ന് പഠിക്കുക. എന്നാൽ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ആറ്റം ഏത്?
ഈ ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ആറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ലഘുവായ ആറ്റം, സിംപ്ലസ്റ്റ്, ലൈറ്റസ്റ്റ്, ഭാരം കുറഞ്ഞത് ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ശ്രദ്ധിക്കുക, ഇതിൽ രണ്ടിലും ചെറിയ എന്നാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. കൺഫ്യൂഷൻ വേണ്ട, അതിന്റെ ഒപ്പം അവര് വലിപ്പമെന്നും ഭാരമെന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. എടാ, അടുത്തത് ഏറ്റവും ലഘുവായിട്ടുള്ള ലോഹം ഏത്? ക്വസ്റ്റ്യന്റെ തുടക്കം കാണുമ്പോൾ ചാടി വീണ് ഹൈഡ്രജൻ, ഹീലിയം ഉത്തരം കൊടുക്കരുത്. നോക്കണം, എൻഡ് ചെയ്യുന്ന രീതി നോക്കണം. ആറ്റമാണോ, മൂലകമാണോ, വാതകമാണോ, ലോഹമാണോ, അലോഹമാണോ എന്നിട്ടേ കൊടുക്കാവൂ. ഇപ്പൊ മൂലകം എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും കൂട്ടി എല്ലാത്തിനും നമുക്ക് ഉത്തരം എടുക്കാം. ഏറ്റവും വലിയ ചെറിയ ലോഹം എന്ന് ചോദിച്ചാൽ ലോഹങ്ങളിൽ നിന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ സിംപ്ലസ്റ്റ് മെറ്റൽ, ഏറ്റവും ലഘുവായ ലോഹം ഏതാണെന്നറിയോ? ലൈറ്റസ്റ്റ് മെറ്റൽ ആണ്, ഭാരം കുറഞ്ഞ ലോഹമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം, ലോഹത്തിന്റെ പേരാണ് ലിഥിയം. ഏതാണ്? ലിഥിയം. അപ്പൊ പിന്നെ ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതാ എന്ന് ചോദിക്കും. അതിന്റെ ഉത്തരം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഏതാണെന്നറിയോ? ബെറിലിയം. പീരിയോഡിക് ടേബിളിലെ ട്രെൻഡ് വെച്ചിട്ടാണ് ഇതൊക്കെ ഉത്തരമായിട്ട് വരുന്നത്. ട്രെൻഡ് എന്നാന്ന് നമുക്ക് വരുന്ന ക്ലാസ്സിൽ നോക്കാം. എടാ, അപ്പോൾ ലഘുവായ ലോഹമാണെങ്കിൽ ലിഥിയം, ചെറിയ ആറ്റമുള്ള ലോഹമാണെങ്കിൽ ബെറിലിയം. അവിടെ ലോഹം ലോഹം നോട്ട് ചെയ്യണം. അതുപോലെ ലഘുവായ ആറ്റം ആണെങ്കിൽ ഹൈഡ്രജൻ, ചെറിയ ആറ്റം കണ്ടോ സൈസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഹീലിയം, ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഹൈഡ്രജൻ. കണ്ടോ, ഇത് ശ്രദ്ധിക്കണേ. ഇനി ഏറ്റവും കടുപ്പം കൂടിയ ലോഹം ഏത്? ഹാർഡസ്റ്റ് മെറ്റൽ ഏത് എന്നാണ് ചോദ്യം. കടുപ്പം കൂടിയ ലോഹം ഏതാണെന്നറിയോ? പറയുമ്പോ തന്നെ ഇച്ചിരി കടുപ്പമാണ്. ക്രോമിയം. നമ്മൾ അവിടെ ഒന്ന് സ്ട്രെസ് ചെയ്യുന്നില്ലേ? ക്രോ പറയുന്നില്ലേ? ക്രോമിയം. അപ്പോൾ ഏറ്റവും കടുപ്പം കൂടിയ എന്ന് കാണുമ്പോൾ ചാടി ഉത്തരം കൊടുക്കരുത്. ലോഹമാണോ എന്ന് നോക്കുക, എങ്കിൽ മാത്രം ക്രോമിയം, Cr. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏറ്റവും കടുപ്പം കൂടിയ ധാതു. പ്രകൃതിയാൽ കിട്ടുന്ന ധാതുക്കളിൽ ഏറ്റവും കടുപ്പം കൂടിയത് എന്ന് ചോദിച്ചാലും, ഏറ്റവും കടുപ്പം കൂടിയ ധാതു എന്ന് ചോദിച്ചാലും, ഭൂമിയിലെ ഏറ്റവും കടുപ്പം കൂടിയ ധാതു എന്ന് ചോദിച്ചാലും ഏതാണെന്നറിയോ? കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപാന്തരം ഏതാ? യെസ്, ഡയമണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വജ്രം. വജ്രം, പ്യുവറസ്റ്റ് കാർബൺ, ശുദ്ധമായ കാർബൺ, ഏറ്റവും കടുപ്പം കൂടിയ ധാതുവാണ്. ലോഹം ചോദിക്കുമ്പോൾ ക്രോമിയം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ കൺഫ്യൂഷൻ അല്ല നമുക്ക് ഉണ്ടാവുന്നത്, ഇവിടെ അശ്രദ്ധയാണ്, ആവേശം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി കാണുന്ന ഉത്തരം അങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയ്യോ, ലോഹമായിരുന്നോ ചോദിച്ചത്, ഞാൻ മൂലകമാണെന്ന് കരുതി അങ്ങ് എഴുതി, ശ്രദ്ധിച്ചില്ല. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകും. ഒരു മാർക്ക് മാറുമ്പോൾ എത്ര റാങ്കാ പോകുന്നത് അല്ലെങ്കിൽ പുറകിലോട്ട് പോകുന്നത് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യരുത്? അശ്രദ്ധ കാണിക്കരുത്. ശ്രദ്ധിക്കുക, ഒരു തവണ കൊടുത്തുപോയ ഉത്തരങ്ങൾ നമുക്കിനി തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇത് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുക? എക്സാമിന് പോവുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കൂടുതൽ കുഴപ്പിക്കുന്ന വസ്തുതകൾ ഇനി കുഴപ്പിക്കൽ അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കാതെ അടുത്ത എക്സാമിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത സെറ്റ് ഓഫ് ഫാക്ടുകളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.